ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഇടം പിടിച്ചു. മുദ്രാവായ്പ ഇരട്ടിയാക്കി 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകും. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പദ്ധതികൾ ബജറ്റിലുണ്ട്. മുദ്രാ വായ്പ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തിയതാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒരെണ്ണം. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയുള്ള മാസശമ്പളം കേന്ദ്രം നൽകും. 30 ലക്ഷം യുവാക്കൾക്കാണ് ഇതിന്റെ ഗുണം. The limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those entrepreneurs who have availed and successfully repaid previous loans under the Tarun category. 4 കോടി തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കും. 5 വർഷത്തേക്ക് 2 ലക്ഷം കോടി രൂപ ഇതിനായി നീക്കിവെക്കും. 1 കോടി യുവാക്കൾക്ക് 500 വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് നൽകും. ഇവർക്ക് 5,000 രൂപ പ്രതിമാസം ഇന്റേൺഷിപ്പ് അലവൻസ് ഉണ്ടാകും. We particularly focus on employment, skilling, MSMEs and the middle class. I am happy to announce the Prime Minister's package of 5 schemes and initiatives to facilitate employment, skilling and other opportunities for 4.1 crore youth over a 5-year period. രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് 10 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ സ്ഥാപിക്കും. ഗ്രാമീണ മേഖലകളിലെ വികസനത്തിന് 2.66 ലക്ഷം കോടിയും നഗരങ്ങളിലെ പാവങ്ങളുടെ ഭവന പദ്ധതിക്ക് 10 ലക്ഷം കോടിയും ബജറ്റിൽ വകയിരുത്തി. റിപ്പോർട്ടർ, ദില്ലി.